പാലക്കാട് തോട്ടക്കരയിലെ ഇരട്ടക്കൊലപാതകത്തിൽ പൊന്നാനി സ്വദേശി റാഫിയെ ഒറ്റപ്പാലം പോലീസ് കസ്റ്റഡിയിലെടുത്തു. നാലകത്ത് നസീർ, ഭാര്യ സുഹറ എന്നിവരാണ് മരിച്ചത്. കൊല്ലപ്പെട്ട ദമ്പതികളുടെ മകളുടെ ഭർത്താവാണ് ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്ന റാഫി. വിവരങ്ങളുമായി ചേതനാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ചേതൻ, ഇരട്ടക്കൊലപാതകമാണ്. അതിൽ ആ കൊല്ലപ്പെട്ടവരുടെ മകളുടെ ഭർത്താവ് റാഫി പോലീസിന്റെ കസ്റ്റഡിയിലാവുകയും ചെയ്തിരിക്കുന്നു. പോലീസ് ഈ സംഭവത്തെ വിശദീകരിക്കുന്നത് എങ്ങനെയാണ്? എന്തടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മകളുടെ ഭർത്താവ് റാഫി പോലീസിന്റെ പിടിയിലേക്ക് വരുന്നത്? ഈ അർദ്ധരാത്രി 12 മണിക്കാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടാവുന്നത്. പാലക്കാട് തോട്ടക്കരയിൽ വെച്ച് ഈ മലപ്പുറം പൊന്നാനി സ്വദേശിയായ റാഫിയാണ് ഈ ഭാര്യയുടെ മാതാപിതാക്കളെ അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. ഇതിനൊരു കാരണം എന്ന് പറയുന്നത് ഈ കൊല്ലപ്പെട്ട ദമ്പതികളുടെ മകളുടെ ഭർത്താവാണ് ഈ പ്രതിയായ റാഫി. ഈ റാഫിയും ഭാര്യ സുൽഫത്തിയും തമ്മിൽ ചില വിവാഹ ബന്ധത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇവർ വേർപിരിയുന്ന വക്കിലായിരുന്നു. ഇവരുടെ കേസ് ഇപ്പോൾ കോടതിയിൽ, വിവാഹമോചന കേസ് കോടതിയിൽ നടക്കുകയാണ്. ഈ കുട്ടിയുടെ അവകാശം സംബന്ധിച്ച തർക്കമാണ് ഇത്തരത്തിൽ ക്രൂര കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് ഇപ്പോൾ പ്രാഥമിക നിഗമനം. ഈ പ്രതിയുടെ ഭാര്യയുടെ പിതാവ് നാലകത്ത് നസീർ 63 വയസ്സും ഭാര്യ സുഹറ 60 വയസ്സും എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ഇവരുടെ മകനെ, 4 വയസ്സായ മകനെ ഗുരുതര പരിക്കേറ്റ നിലയിലും കണ്ടെത്തിയിട്ടുണ്ട്. ഈ കുട്ടിയെ ആദ്യം ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിന്നീട് വിദഗ്ധ ചികിത്സക്കായി കൂടുതൽ വാണിയംകുളത്തെ മറ്റൊരു ആശുപത്രിയിലേക്കും ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ്. ഈ മരണപ്പെട്ടവരുടെ കുടുംബാംഗമായ ഈ യുവാവിനെ കൈഞ്ഞരമ്പ് മുറിച്ച നിലയിൽ സംഭവ സ്ഥലത്ത് കണ്ടെത്തിയെങ്കിലും പിന്നീട് ഇയാൾ അവിടുന്ന് കടന്നു കളയുകയായിരുന്നു. പിന്നീട് നാട്ടുകാരും പോലീസും ചേർന്ന് സംയുക്തമായി നടത്തിയ തെരച്ചിലിനൊടുവിലാണ് ഈ പ്രതി റാഫി പോലീസിൽ കീഴടങ്ങുന്നത്. ഇയാളെ അറസ്റ്റ് വൈകാതെ തന്നെ പോലീസ് രേഖപ്പെടുത്തുന്നതായിരിക്കും. ശേഷം ഉടൻ തന്നെ കോടതിയിലും ഇന്ന് തന്നെ ഹാജരാക്കുന്നതായിരിക്കും. മനു.